ഇത് വോയിസ് ഓഫ് അറബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. എല്ലാവർക്കും നമസ്കാരം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്നൊരു വലിയ അവസര വാർത്തയാണ്. KSFയിൽ പുതിയ നിയമനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഗ്യത 6ാം ക്ലാസ് മതി. പ്രായപരിധി 50 വയസ്സ് വരെ അപേക്ഷിക്കാം. ശമ്പള സ്കെയിൽ 42,900 രൂപ വരെ. ഇതുകൂടാതെ താലൂക്ക് ആശുപത്രിയിൽ അഭിമുഖ വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ആർക്കെല്ലാം അപേക്ഷിക്കാം, അപേക്ഷിക്കേണ്ട വിധം എന്താണ്, അഭിമുഖ തീയതിയും സ്ഥലവും എന്ത്, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. അതിനാൽ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ദിവസവും പുതിയ ജോലി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. KSFE റിക്രൂട്ട്മെന്റ് 2026. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് KSFE വിവിധ തസ്തികയിലേക്കുള്ള NCA വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. ശമ്പള സ്കെയിൽ 42,900 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണവും കമ്മ്യൂണിറ്റിയും SIUC നാടൻ 1 കാറ്റഗറി നമ്പർ 05/2026, ഈഴവ തീയ വില്ലവ 2 കാറ്റഗറി നമ്പർ 06/2026, പട്ടികവർഗം ST 2 ഒഴിവ് കാറ്റഗറി നമ്പർ 07/2026, മുസ്ലിം 2 ഒഴിവ് കാറ്റഗറി നമ്പർ 08/2026, ധീവര 1 ഒഴിവ് കാറ്റഗറി നമ്പർ 09/2026, OBC 1 കാറ്റഗറി നമ്പർ 10/2026, ലത്തിൻ കത്തോലിക്കർ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 1 കാറ്റഗറി നമ്പർ 11/2026, വിശ്വകർമ്മ ഒഴിവ് 1 കാറ്റഗറി നമ്പർ 12/2026. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യത 6ാം ക്ലാസ് ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിനു തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 തൊട്ട് 50 വയസ്സ് വരെ. 2/1/1976 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപേക്ഷിക്കേണ്ട വിധം: കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. അപ്ലൈ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. തസ്തിക പിയൂൺ വാച്ച്മാൻ. നിയമന രീതി നേരിട്ടുള്ള നിയമനം. ഗസറ്റ് തീയതി 28/2/2026. അവസാന തീയതി 1/4/2026. കാറ്റഗറി നമ്പർ 05/2026 മുതൽ 12/2026 വരെ. പ്രവൃത്തി പരിചയം. അപേക്ഷിക്കുന്ന തീയതിയിൽ കമ്പനിയിൽ KSFയിൽ 3 വർഷത്തിൽ കുറയാത്ത സേവനം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്തത് താലൂക്ക് ആശുപത്രിയിൽ നിരവധി ഒഴിവുകൾ. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പ്രവൃത്തി പരിചയ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം നിശ്ചിത സമയത്ത് അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ്. തീയതി, സമയം, തസ്തിക, യോഗ്യത എന്നിവ നോക്കാം. തീയതി മാർച്ച് 3, സമയം 10:30 AM. തസ്തിക സ്റ്റാഫ് നേഴ്സ്. യോഗ്യത GNM, BSc നേഴ്സിംഗ്, നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. തീയതി മാർച്ച് 3, സമയം 11:30 AM. തസ്തിക നേഴ്സിംഗ് സഹായി. യോഗ്യത ANM. തീയതി മാർച്ച് 3, സമയം 1:30 PM. തസ്തിക ലാബ് ടെക്നീഷ്യൻ. യോഗ്യത DMLT, BSc MLT, പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. തീയതി മാർച്ച് 3, സമയം 3 PM. തസ്തിക ഫിസിയോതെറാപ്പിസ്റ്റ്. യോഗ്യത BPT ആൻഡ് RCA രജിസ്ട്രേഷൻ. തീയതി മാർച്ച് 4, സമയം 10:30 AM. തസ്തിക അക്കൗണ്ടന്റ് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. യോഗ്യത ബിരുദവും DCA അതിനു മുകളിലുള്ള യോഗ്യതയും.
തീയതി മാർച്ച് 4, സമയം 2 PM, തസ്തിക ഡ്രൈവർ, യോഗ്യത 7ാം ക്ലാസ് വിജയം, ഹെവി വെഹിക്കിൾ ലൈസൻസ്. മാർച്ച് 5, തീയതി സമയം 10:30 AM, തസ്തിക ക്ലീനിംഗ് സ്റ്റാഫ്, യോഗ്യത 7ാം ക്ലാസ് വിജയം, ആശുപത്രിയിലെ പ്രവൃത്തി പരിചയം. ശ്രദ്ധിക്കുക, അഭിമുഖത്തിന് എത്തുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൈവശം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മറക്കാതെ കരുതുക. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ അഭിമുഖ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു എക്സാം ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതേ കണക്കുള്ള ഡെയിലി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളും തൊഴിൽ വാർത്തകളും അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരീക്ഷ കാലമായതോടെ വിദ്യാർത്ഥികൾ നേരിടുന്ന സാധാരണ കാര്യമാണ് പരീക്ഷാ പേടി. ഇവ മറികടക്കാനുള്ള ചില വിദ്യകൾ നോക്കാം. സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് അഥവാ 10ാം ക്ലാസ് പരീക്ഷ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷാ സമയങ്ങളിൽ വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടാൻ സാധ്യതയുണ്ട്. പരീക്ഷകൾ അടുക്കുമ്പോഴുള്ള മാനസിക സമ്മർദ്ദവും അമിത ഉത്കണ്ഠയും പരീക്ഷാ റിസൾട്ടിനെ തന്നെ ബാധിക്കും. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് പരീക്ഷയെ എങ്ങനെ ധൈര്യം നേരിട്ട് കൂടുതൽ മാർക്ക് നേടാമെന്ന് നോക്കാം. ചില കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ വിദ്യാർത്ഥികൾക്ക് യാതൊരു ഭയമോ ഉത്കണ്ഠയോ ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാൻ കഴിയുമെന്ന് ഉറപ്പു നൽകുന്നു. പരീക്ഷകളെ ഭയത്തോടെയല്ല, സന്തോഷത്തോടെ നേരിടണം. പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലെ അവസാന വാക്കല്ല. പലരും പല രീതിയിലാണ് പരീക്ഷയെ സമീപിക്കുന്നത്. ചില കുട്ടികൾക്ക് കൂടുതൽ ഭയം അനുഭവപ്പെടാം. അമിത വിയർക്കൽ, വിയർക്കുന്ന കൈകൾ, മടി, മറവി, ശരീരത്തിലെ ജലാംശം കുറയൽ എന്നിവ ഭയം കൊണ്ടുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. എന്നാൽ മറ്റു ചിലരാകട്ടെ കൂളായി പരീക്ഷയെ നേരിടും. ഇവരുടെ പരീക്ഷാഫലങ്ങളും ഇതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കും. ഇത്തരം പ്രതികൂല പരീക്ഷാ സാഹചര്യങ്ങളെ മറികടക്കാനാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഭയം പൂർണ്ണമായി ഉപേക്ഷിക്കുക. വിദ്യാർത്ഥികൾ പരീക്ഷ സമയത്ത് ഭയം പൂർണ്ണമായും ഉപേക്ഷിക്കണം. കുട്ടികൾ മാനസികമായി ശക്തമായി വേണം പരീക്ഷയെ നേരിടാൻ. എങ്കിൽ മാത്രമേ അവർക്ക് പരീക്ഷകളിൽ നല്ല ഫലങ്ങൾ നേടാൻ കഴിയൂ. മാനസിക ഉന്മേഷത്തിന് മറ്റൊരു പ്രധാന കാരണമാണ് പഠനത്തോടൊപ്പം യോഗയും ധ്യാനവും ചെയ്യുക എന്നത്. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പഠനത്തിനായി കൃത്യമായ സമയം മാറ്റിവെക്കുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതനുസരിച്ച് പഠിക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുക. ഓരോ വിഷയവും പഠിക്കുന്നതിന് കൃത്യമായ ഷെഡ്യൂൾ ക്രമീകരിക്കുക. ഇവയെല്ലാം പൂർണ്ണമായി പാലിച്ചാൽ ധൈര്യത്തോടെ പരീക്ഷയെ നേരിടാമെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം ആശംസിക്കുന്നുവെന്നും നമ്മൾക്ക് നോക്കാം. ആവർത്തിച്ച് പഠിക്കുക. വിദ്യാർത്ഥികൾ ഓരോ പാഠഭാഗങ്ങളും ആവർത്തിച്ച് പഠിക്കണം. ഇത് മുന്നേ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ പ്രാപ്തമാക്കും. എഴുതി പഠിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ആഴത്തിൽ പഠിക്കാനും കൂടുതൽ കാലം ഓർമ്മയിൽ വെക്കാനും ഇത് സഹായകമാകും. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഭയം കുറയ്ക്കും. പരീക്ഷാ ഭയം മാറുന്നില്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരെയോ ആരോഗ്യ വിദഗ്ധരെയോ സമീപിച്ച് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം അവരോട് പറയുക. ഡോക്ടർ പരിശോധിച്ച് ആവശ്യമെങ്കിൽ മരുന്ന് നിർദ്ദേശിക്കും. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് അരമണിക്കൂർ മുമ്പ് ആ മരുന്നുകൾ കഴിച്ചാൽ ഉത്കണ്ഠ കുറഞ്ഞ് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. താരതമ്യം അരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുതെന്നും രക്ഷിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കുട്ടികളെ മാനസികമായി തളർത്താൻ ഇടയാക്കും. കുറഞ്ഞ മാർക്ക് നേടിയെന്നോ പരാജയപ്പെട്ടെന്നോ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുത്തരുത്.
പരീക്ഷ സമയത്ത് അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും മാതാപിതാക്കളുടെയും പങ്ക് വളരെ വലുതാണ്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി രക്ഷകർത്താക്കളും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുക. മാനസിക സമ്മർദ്ദം ഒഴിവാക്കി പരീക്ഷയെ ഭയമില്ലാതെ പ്രതീക്ഷയോടെ നേരിടാൻ പ്രാപ്തരാക്കണമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. പരീക്ഷാ ദിവസം മുന്നൊരുക്കങ്ങൾ. പരീക്ഷയുടെ തലേദിവസം ഉറക്കം ഒഴിഞ്ഞ് പഠിക്കരുത്. അത് പരീക്ഷാ ദിവസത്തിൽ ക്ഷീണത്തിനും ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമാകും. പരീക്ഷാ ദിവസം ഹാൾ ടിക്കറ്റ് അടക്കമുള്ള സാധന സാമഗ്രികൾ നേരത്തെ എടുത്തു വയ്ക്കുക. എല്ലാ ദിവസവും അവ ബാഗിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സ്കൂളിലേക്ക് ഇറങ്ങുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച ശേഷം സ്കൂളിലേക്ക് പോവുക. പുറത്തുനിന്ന് കഴിക്കാൻ നിൽക്കരുത്. കുടിക്കാനുള്ള വെള്ളം കയ്യിൽ കരുതുക. കുറച്ച് നാരങ്ങയും ഗ്ലൂക്കോസും ചേർത്ത വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത്. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂറെങ്കിലും മുമ്പ് സ്കൂളിൽ എത്തുക. ചെറിയൊരു റിവിഷൻ നടത്തുക. പുതിയ കാര്യങ്ങളോ പഠിക്കാൻ വിട്ടുപോയ ഭാഗമോ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.